അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മാങ്ങപ്പഴ കച്ചായം. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പോൾ നമ്മൾ മാങ്ങയും കൊണ്ട് ജ്യൂസ് എല്ലാം ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മാങ്ങയും കൊണ്ട് ഒരു കച്ചായം ഉണ്ടാക്കി നോക്കിയില്ലേ എന്താ? എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 2 പഴുത്ത മാങ്ങ എടുത്ത് തോലൊക്കെ ചെത്തി ഇതേപോലെ പീസുകളാക്കി മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോണ്ടയ്ക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിച്ച് വെച്ച കുറച്ച് ബെല്ലവും കൂടി നമ്മൾ അതിന് ചേർത്തതിന് ശേഷം നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതായി ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് ഇതേപോലെ കുഴമ്പ് രൂപത്തിൽ വരുമ്പോൾ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് കുറച്ചായി ഉരുളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തീയും പാടില്ലേ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കച്ചായം കരിഞ്ഞു പോയില്ലേ. അതൊരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി മറിച്ചിട്ട് കൊടുത്തു. ഇതാ നമ്മുടെ കച്ചായം ഇവിടെ റെഡിയായി. വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുന്നു. ഇതാ എല്ലാതും നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ നോമ്പുതുറ വിഭവമായ മാങ്ങ കച്ചായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കൂ. ബൈ ബൈ. അടുത്തൊരു പുതിയ നോമ്പുതുറ വിഭവമായി ഞാൻ പിന്നെയും വരും. ബൈ.